പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എനി ഒബ്ജക്റ്റ് കംപ്രസസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈച്ച് പാർട്ടിക്കിൾ ഈസ് പുള്ളഡ് ടുവാർഡ്സ് ദി എർത്ത് ഡ്യൂ ടു ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ എല്ലാ പാർട്ടിക്കിൾസും അതായത് ഈച്ച് പാർട്ടിക്കിൾസ് പുൾ ചെയ്യുന്നത് അതായത് വലിച്ചെടുക്കുന്നത് എങ്ങോട്ടാണ്? എർത്തിലോട്ടാണ്, ഭൂമിയിലോട്ടാണ് അതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഗുരുത്വാകർഷണ ബലം മൂലം ആ ഒരു ഒബ്ജക്റ്റിലെ ഏതൊരു ഒബ്ജക്റ്റിലെയും എല്ലാ പാർട്ടിക്കിൾസും എങ്ങോട്ടാണ് ഫോഴ്സ് ചെയ്യുന്നത്, പുൾ ചെയ്യുന്നത്? ഭൂമിയിലോട്ടാണ് പുൾ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് താഴെ. ആ ഫിഗറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാ പാർട്ടിക്കിൾസും എങ്ങോട്ടാണ് പുൾ ചെയ്യുന്നത്, അതായത് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്, അതായത് ഭൂമിയിലോട്ടാണ്. അത് എന്ത് കാരണമാണ്? ഗുരുത്വാകർഷണ ബലം മൂലമാണ് എല്ലാ ഫോഴ്സിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഭൂമിയിലോട്ട് ആക്ട് ചെയ്യുന്നത്. Thus the forces on the particles are equal, parallel and act in the same direction. അതായത് ഈ കണങ്ങൾ, അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സസ് എന്ന് പറഞ്ഞത് എല്ലാ ഭാഗത്തും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ തന്നെ പാരലൽ ആയിരിക്കും. ആക്ട് ചെയ്യണത് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ദിസ് ഫോഴ്സസ് വിൽ ഹാവ് എ റിസൾട്ടൻറ്റ് വിച്ച് ആക്ട്സ് ത്രൂ എ പെർട്ടിക്കുലർ പോയിന്റ് ജി എ. അതായത് ഈ ഒരു ശക്തികൾക്ക്, ഈ ഒരു ഫോഴ്സുകൾക്ക് ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് ആയിട്ടുള്ളൊരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഗ്രാവിറ്റേഷൻ. The mutual attractive force of the bodies due to which they attract each other is called gravitation. അതായത് രണ്ട് ബോഡീസുകൾ, അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്ന പരസ്പര ആകർഷകമായ ശക്തിയാണ് എന്തെന്ന് പറയുന്നത്? ഗുരുത്വാകർഷണം, അതായത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഗ്രാവിറ്റി. The attractive force of the earth due to which attract all bodies towards its center is called gravity. അതായത് ഭൂമിക്കൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം എല്ലാ ബോഡീസും എന്തായിരിക്കും അട്രാക്റ്റ് ചെയ്യണത്? സെൻറ്ററിലായിരിക്കും. അതായത് ഒരു എർത്തിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും അതിന് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനെ പറയുന്ന പേരാണ് എന്തെന്നുള്ളത്? ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണം എന്ന് വിളിക്കുന്നത്. അതായത് ഭൂമിയുടെ ആകർഷകമായ ശക്തിയെ എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനാൽ അതിനെ എന്ത് പറയുന്നു? ഗുരുത്വാകർഷണം എന്ന് വിളിക്കുന്നു. അതായത് ഗ്രാവിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എല്ലാ പ്ലേസിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ പ്ലേസിലെയും വേരി ചെയ്തുകൊണ്ട് നിൽക്കും ഓരോ സ്ഥലത്തും. അതായത് ഗ്രൗണ്ട് സർഫസിൽ ഓരോ പ്ലേസിലും എന്തായിരിക്കും? വേരി ചെയ്യും ഗ്രാവിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ജനറലായിട്ട് നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് സെൻട്രോയിഡ്. ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് സച്ച് ആസ് ദ സർക്കിൾ, ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾ ആർ പ്ലെയിൻ ഫിഗർ ഹാവിംഗ് ഓൺലി 2 dimensions. They are also known as lamina. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പോ ജിയോമെട്രിക്കൽ ഷേപ്പ് നമുക്കറിയാം. ഏതൊക്കെയാണ് വരുന്നത്? സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. ഈ ജിയോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 dimension ആയിരിക്കും. അങ്ങനെ ഈ 2 dimension ഉള്ള പ്ലെയിൻ ഫിഗറിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാമിന എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ഏതൊക്കെ വരുന്നത്? സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള് എക്സെട്ര, ട്രപ്പിസിയം ഒക്കെ വരും. ഇതിൻ്റെ ഒക്കെ എന്താണ്? ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ 2 dimension ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? ലാമിന എന്ന് പറയുന്നത്.
ദേ ആർ ഓൺലി ഏരിയ നോ മാസ്. ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ മാത്രമായിരിക്കും, ഇവിടെ എന്തില്ല, മാസ് ഇല്ല, അതായത് വെയിറ്റ് ഇവിടെ ഉണ്ടാവില്ല, ഏരിയ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ലെങ്ത്തിൻ്റെ വിടുത്ത് എന്നുള്ള രീതിയിലായിരിക്കും, 2 ഡയമെൻഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ, നോ മാസ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് പ്ലെയിൻ ഫിഗർ ഈസ് കോൾഡ് ആസ് ദ സെൻട്രോയിഡ്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഈ ഫിഗറിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഈ ഫിഗറിൻ്റെ രൂപത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അതായത് ഈ പ്ലെയിൻ ഫിഗറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ജിയോമെട്രിക്കൽ സെൻറ്റർ. ഇതിന് വേറൊരു പേരും കൂടി പറയും, എന്താണ്? ജിയോമെട്രിക്കൽ സെൻറ്റർ. The method of finding out the centroid of a plane figure is the same as that finding out the center of gravity of a body. അതായത് ഒരു പ്ലെയിൻ ഫിഗറിൻ്റെ സെൻട്രോയിഡ് കണ്ടെത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടെത്തുന്നതിന് തുല്യമായിരിക്കും. അതായത് ഒരു വസ്തു, ആ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടെത്തുന്നതിന് തുല്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ഫിഗറിൻ്റെ സെൻട്രോയിഡ് കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് വരുന്നത് ബൈ ജിയോമെട്രിക്കൽ കൺസിഡറേഷന്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ വെച്ചിട്ട്, പ്ലെയിൻ ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് വണ്ണാണ് പറയുന്നത് ബൈ മൊമെൻറ്റ്സ്. ആ മൊമെൻറ്റ്സിൽ നമുക്കൊരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതായത് ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് ദ മൊമെൻറ്റ് ഓഫ് എ വെയ്റ്റ് എബൌട്ട് എനി ആക്സിസ് ഈക്വൽ ടു ദ സം ഓഫ് ദി മൊമെൻറ്റ്സ് ഓഫ് ദി വേരിയസ് പാർട്സ് എബൌട്ട് ദി സെയിം ആക്സിസ്. അതായത് ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റിൻ്റെ മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കണം എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം ആക്സിസിലെ വേരിയസ് പാർട്സ് ഉണ്ടാവും, ആ വേരിയസ് പാർട്സിലെ ടോട്ടൽ മൊമെൻറ്റ്സിന് ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് പറയുന്നത് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. നെക്സ്റ്റ് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബൈ ജിയോമെട്രിക്കൽ കൺസിഡറേഷന്. അതായത് ജിയോമെട്രിക്കൽ കൺസിഡറേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കിളാണ്. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കിൾ ഈസ് ഇറ്റ്സ് സെൻറ്റർ. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കും. സെക്കൻഡ് വണ്ണ് വരുന്നത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ ഈസ് അറ്റ് ദ പോയിൻറ്റ് വേർ ദ മീഡിയൻസ് ഓഫ് ദി ട്രയാങ്കിൾ മീറ്റ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയിൻ്റ് ആയിരിക്കും. അതായത് അത് മീറ്റ് ചെയ്യുന്ന, ആ ട്രയാങ്കിൾ മീറ്റ് ചെയ്യുന്ന രണ്ട് ലൈൻസ് ഉണ്ട്. ആ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ആയിരിക്കും വരുന്നത്. ഇവിടെ സൈഡിലായിട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റ് എച്ച് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ h/3 വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ, റെക്ടാങ്കിൾ ഓർ എ പാരലോഗ്രാം ഈസ് അറ്റ് ദി points where its diagonals meet each other. It is also the middle point of the length as well as the width. അതായത് ഒരു സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ റെക്ടാങ്കിളിൻ്റെയോ മധ്യഭാഗം എന്ന് പറഞ്ഞത്, അതായത് മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽസ് ഉണ്ടാവും. ആ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ ദ മിഡിൽ പോയിൻ്റ് ഓഫ് ദ ലെങ്ത്ത് ആസ് വെൽ ആസ് ദി വിഡ്ത്ത്. അതായത് ഈ ഒരു ലെങ്ത്തിൻ്റെ മിഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വീതിയും കൂടിയാണ്. അതായത് നമുക്കിവിടെ ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്
ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെയോ ഇല്ലെങ്കിൽ പാരലോഗ്രാമത്തിൻ്റെയോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ലെങ്ത് വൈസിലാണെങ്കിൽ L/2 ആയിരിക്കും, വിഡ്ത്തിലാവുമ്പോൾ B/2 ആയിരിക്കും ഒരു റെക്റ്റാങ്കിൾ കേസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ഇറ്റ്സ് ബേസ്. അതായത് ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന്, അതിൻ്റെ താഴെ നിന്ന് ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട് അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? h/4 കിടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ഇറ്റ്സ് ബേസ്. അതായത് ഒരു ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഡിയസ് ആണ്. അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹെമിസ്ഫിയർ കാണാൻ, അതായത് ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷനാണ് വരുന്നത് 3 × R/8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫിഗറിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നെക്സ്റ്റ് വരുന്നതാണ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെമി സർക്കിൾ ഈസ് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ഇറ്റ്സ് എ സെൻറ്റർ. അതായത് ഒരു സെമി സർക്കിളിൻ്റെ, അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കിളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ആ ഒരു സെമി സർക്കിളിൻ്റെ താഴെ നിന്ന് അതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സെമി സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 4R/3 × π ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് എ സ്പിയർ റേഡിയസ് h ഈസ് അറ്റ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സ്പിയർ. അതായത് ഒരു സെഗ്മെൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പിയർ റേഡിയസ് എന്ന് പറഞ്ഞാൽ h ആണ്. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സ്പിയർ ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ h ആണ് തന്നിട്ടുണ്ട്. ഈസ് അറ്റ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സ്പിയർ. അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്ററിൽ നിന്ന് എവിടേക്കാണ് ആ സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് എന്ത് കിടക്കുന്നത്? അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3/4 × 2R-h² ഡിവൈഡഡ് ബൈ 3R-h ആണ് അവിടെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രപ്പിസിയം വിത്ത് പാരലൽ സൈഡ് എ ആൻഡ് ബി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് മെഷേർഡ് ഫ്രം ദി ബേസ് BA. അതായത് നമുക്കൊരു ട്രപ്പിസിയത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് പാരലൽ ആയിട്ടുള്ള സൈഡ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ആൻഡ് ബി ആണ് പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ബേസിൽ നിന്നുള്ളൊരു ഡിസ്റ്റൻസ് ആണ് വരുന്നത്, മെഷർ ചെയ്യുന്നത്. അവിടെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ h/3 × h+2a ഡിവൈഡഡ് ബൈ b+a ആണ് എന്ത് വരുന്നത്? ഒരു ട്രപ്പിസിയത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഇക്വിലിബ്രിയം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0 ആൻഡ് ഇഫ് ദർ ഈസ് നോ ടേണിംഗ് മൊമെൻറ്റ്.
അതായത് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത് എല്ലാ ഫോഴ്സും കൂടിയും ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അങ്ങനെ 0 ആണെങ്കിൽ ആ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതുപോലെ തന്നെ ഇഫ് ദർ ഈസ് നോ ടേണിംഗ് മൊമെൻറ്റ്, അതിനെന്തായിരിക്കും, ഒരു ടേണിംഗ് മൊമെൻറ്റ് ഉണ്ടാവില്ല, എങ്ങോട്ടും അത് മൂവ് ചെയ്യൂല. ഈ ഒരു ഇക്വിലിബ്രിയത്തിന് 3 സ്റ്റേറ്റ് ആണുള്ളത്. ദർ ആർ 3 സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അതിൽ ഫസ്റ്റ് വണ്ണാണ് വരുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, സെക്കൻഡ് വണ്ണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ആൻഡ് തേർഡ് വണ്ണാണ് വരുന്നത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അതിൽ ഫസ്റ്റ് വണ്ണാണ് വരുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. അതായത് ഒരു ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് സ്ഥിരമായ സന്തുലിതാവസ്ഥയാണ് പറയുന്നത്. അതായത് ഒരു ബോഡി അല്പം സ്ഥാനം മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് ചെറുതായിട്ടൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ തന്നെ അത് വീണ്ടും ആ ഒരു യഥാർത്ഥ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ലോ ആസ് പോസിബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട് ഒരു ഫിഗർ, അവിടെ ഒരു ബോളാണ് തന്നിട്ടുള്ളത്. ആ ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒറിജിനൽ സ്ഥാനത്ത് നിന്ന് ചെറുതായിട്ട് മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. മൂവ് ചെയ്താൽ തന്നെ അത് ഒറിജിനൽ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് എ കോൺ റെസ്റ്റിംഗ് ഇൻ ഇറ്റ്സ് ബേസ്. അതായത് ഒരു കോണ് നമ്മൾ ബേസിൽ റെസ്റ്റ് ചെയ്യുന്നത് എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയാണ്. അതുപോലെ തന്നെ എ ബോൾ ഓൺ എ കോൺകേവ് സർഫസ്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫിഗർ. ഒരു കോൺകേവ് സർഫസിൽ ഒരു ബോൾ നമ്മൾ ഇടുകയാണെങ്കിൽ, അതായത് ഉരുട്ടി വിടുകയാണെങ്കിലും അത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിനെ ഉരുട്ടി വിട്ടാലും ഒറിജിനൽ സ്ഥാനത്തായിരിക്കും അതും നിൽക്കുന്നത്, അതായത് അതിൻ്റെ സെൻട്രലായിരിക്കും നിൽക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫണൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. അതായത് ഫണൽ റെസ്റ്റ് ചെയ്യുന്നതും ഒരു ബേസിലായിരിക്കും, അതും എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയാണ് വരുന്നത്. സെക്കൻഡ് വണ്ണാണ് വരുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ ആൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. അതായത് ഒരു ബോഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്, അതായത് അത് ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്താൽ വീണ്ടും ആ ഒരു ഒറിജിനൽ പൊസിഷനിലോട്ട് വരുന്നില്ല. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ താഴെ ഫിഗർ തന്നിട്ടുണ്ട്. ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ, അതായത് ഒരു കോൺവെക്സ് സർഫസ്, ആ സർഫസിലൊരു ബോൾ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിട്ടായിരിക്കും നിൽക്കുക. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അത് മൂവ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ സ്ഥലത്തേക്ക്, അതായത് ഒറിജിനൽ പൊസിഷനിലോട്ട് അതിന് വരാൻ കഴിയില്ല. അപ്പോൾ ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫാൾസ് ടേക്കിൻ ഇറ്റ് എവേ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതായത് അതിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രം, അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് അകറ്റിയാണ് നിർത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ പൊസിഷനിലായിരിക്കും വരുന്നത്. അതിന് എക്സാമ്പിൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് എ ടിപ്പ്. അതുപോലെ തന്നെ എ ബോൾ ഓൺ കോൺവെക്സ് സർഫസ്, അതാണ് ഇവിടെ എക്സാമ്പിൾ താഴെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഒരു കോൺവെക്സ് സർഫസിൽ ഒരു ബോൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. A body is said to be in a neutral equilibrium if on being slightly displaced, it takes new position similar to its original one. The center of gravity remains undisturbed. അതായത് ഒരു ബോഡി ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത് ആ ഒരു ബോഡിക്ക് അല്പം സ്ഥാനമാറ്റം സംഭവിക്കുക. അങ്ങനെ ആ സ്ഥാനമാറ്റം സംഭവിച്ചാൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞത് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്.
ഇറ്റ് ടേക്സ് ന്യൂ പൊസിഷൻ സിമിലർ ടു ഇറ്റ്സ് ഒറിജിനൽ വണ്. അതായത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് സമാനമായ പുതിയൊരു സ്ഥാനം അത് ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഏറ്റെടുത്താൽ അത് ഒറിജിനൽ സ്ഥാനത്ത് നിന്ന് വേറെ സ്ഥാനത്തേക്ക് മാറിയാൽ തന്നെ ഒറിജിനൽ സ്ഥാനത്ത് നിന്ന് എന്താണോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അത് തന്നെ ആയിരിക്കും ആ ഒരു മാറ്റം സംഭവിച്ച സ്ഥാനത്തും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. അതിന് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നില്ല, ഡിസ്റ്റർബ്ഡ് ആവണില്ല, അൺഡിസ്റ്റർബ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അത് ഒരേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ് സൈഡ്, അതുപോലെ തന്നെ എ ബോൾ ഓൺ ഫ്ലാറ്റ് സർഫസസ്. ഇവിടെ നമുക്ക് താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ എന്താണ്, ഒരു ബോള് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ് ഈ വരുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദി ഐസോസ്കെയിൽ ട്രയാങ്കുലർ പ്ലേറ്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. നമുക്ക് താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ ഐസോസ്കെയിൽ ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിഗറിൽ തന്നിട്ടുണ്ട് ABC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് വശത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ അവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് ഏതാണെന്നുള്ളത് 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ, സിൻസ് കോൺ BCD ഈസ് ഈക്വൽ ടു, അതായത് കോൺ BCD എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആസ് പെർ പൈതഗോറസ് തീറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, ആ ഒരു ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ ഐസോസ്കെയിൽ ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ സെൻട്രോയിഡാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു എന്തെടുക്കുക, ഒരു മട്ടത്രികോണം എടുക്കുക. ആ ത്രികോണത്തിൻ്റെ എന്തെടുക്കുക, ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തീറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തീറം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർണം എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്, BC ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ലംബം എന്ന് പറയുന്നത് BD ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പാദം എന്ന് പറയുന്നത് DC ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ നമുക്ക് എഴുതാം, CB സ്ക്വയർ, അതായത് BD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ ഈക്വൽ ടു CB സ്ക്വയർ. CB സ്ക്വയർ ആണ് ഇവിടുത്തെ കർണം വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര തന്നിട്ടുണ്ട്. കർണം എന്ന് പറഞ്ഞത് 40 ആണെന്ന് തന്നിട്ടുണ്ട്, 40 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ലംബം അറിയില്ല, അതുപോലെ തന്നെ പാദം അറിയില്ല. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടിനും എന്ത് കൊടുക്കുക, എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 സ്ക്വയർ. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയറും പ്ലസ് ചെയ്താൽ 2x സ്ക്വയർ ആവും, ഈക്വൽ ടു 40ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1600 ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിനെ അവിടെ വെച്ചിട്ട് 2നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1600 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. ഈക്വൽ ടു എത്ര വരും, 800 വരും. എക്സ് ഇസ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട് കാണുക, അതായത് എക്സ് സ്ക്വയർ ആണ് നമുക്ക് 800 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കാണുക. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 800 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 28.28 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രോയിഡ് കാണാം. സെൻട്രോയിഡ് ഫ്രം BD, അതായത് BDൻ്റെ സെൻട്രോയിഡാണ് കാണേണ്ടത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു h/3 ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ x/3 എന്ന് എടുക്കുക. x/3 ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 28.28 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 28.28 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എത്ര കിട്ടും, 9.40 സെൻറ്റിമീറ്റർ ആണ് എന്തിൻ്റെ സെൻട്രോയിഡ്, ഈ ഒരു ഐസോസ്കെയിൽ ട്രയാങ്കിൾ പ്ലേറ്റിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ റെക്ടാങ്കുലർ ലാമിന ഹാസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ സെൻട്രോയിഡ്. സെൻട്രോയിഡ് ഓഫ് എ റെക്ടാങ്കുലർ ഇസ് ഈക്വൽ ടു ഡയഗണൽസ് ഇൻ്റർസെപ്റ്റിംഗ് പോയിൻറ്റ്. അതായത് നമുക്കൊരു റെക്ടാങ്കുലർ ലാമിനാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ രണ്ട് വശം തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. അതായത് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്ത്താണ് വരുന്നത്. ഫൈൻഡ് ദ സെൻട്രോയിഡ്. അപ്പോൾ നമുക്ക് ആ റെക്ടാങ്കുലർ ലാമിനൻ്റെ സെൻട്രോയിഡ് ആണ് കാണേണ്ടത്.
അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് ഓഫ് എ റെക്ടാങ്കുലർ ഇസ് ഈക്വൽ ടു ഡയഗണൽസ് ഇൻ്റർസെപ്റ്റിംഗ് പോയിൻ്റ്. അതായത് റെക്ടാങ്കുലറിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഡയഗണലിൻ്റെ ഇൻ്റർസെപ്റ്റിംഗ് പോയിൻ്റ്, അതായത് ഡയഗണൽ കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാം? ആ ഒരു റെക്ടാങ്കുലറിൻ്റെ സെൻട്രോയിഡ് കാണാം. അപ്പോൾ സൊല്യൂഷൻ സെൻട്രോയിഡ് ഇസ് ഈക്വൽ ടു, അതായത് സെൻട്രോയിഡ് ഓഫ് എ റെക്ടാങ്കുലർ ഇസ് ഈക്വൽ ടു ഡയഗണൽസ് ഇൻ്റർസെപ്റ്റിംഗ് പോയിൻ്റ്. അപ്പോൾ അത് സെൻട്രോയിഡ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? അതായത് ലെങ്ത്ത് വൈസിലാവുമ്പോൾ എ ബി എന്ന് പറയുമ്പോൾ ലെങ്ത്ത് വൈസിൽ വരുമ്പോൾ 10/2 ആണ് വരിക. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് സി ബിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 8/2 ആണ് വരുന്നത്. 8/2 എന്ന് പറഞ്ഞാൽ അതായത് ആ വിഡ്ത്ത് വൈസിൽ 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെൻട്രോയിഡ് ലേയിങ് 4 സെൻറ്റിമീറ്റർ ഫ്രം എ ബിയിൽ നിന്ന് എന്താണ് 4 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സെൻട്രോയിഡ് വരുന്നത്. അതുപോലെ തന്നെ എ ഡിയിൽ നിന്ന് എന്താ വരുന്നത്? 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത് സെൻട്രോയിഡ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, എ തിൻ ലാമിന കൺസിസ്റ്റ് ഓഫ് ആൻ ഐസോസ്കെയിൽ ട്രയാങ്കിൾ ഓഫ് ഹൈറ്റ് 120 mm and base 100 mm placed on a semicircle of diameter 100 mm. Find the location of its center of gravity. അതായത് നമുക്കൊരു തിൻ ലാമിന തന്നിട്ടുണ്ട്. ഒരു ഐസോസ്കെയിൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് തന്നിട്ടുള്ളത് 120 mm. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 100 mm ആണ്. പ്ലേസ്ഡ് ഓൺ എ സെമി സർക്കിൾ ഓഫ് എ ഡയമീറ്റർ ഓഫ് 100 mm. അതായത് ഒരു സെമി സർക്കിളിൽ പ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വെച്ചിട്ടുള്ള ഒരു ഐസോസ്കെയിൽ ട്രയാങ്കിൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 100 mm ആണ്. അപ്പോൾ അവിടുത്തെ റേഡിയസ് എത്ര ആയിരിക്കും? 50 mm ആയിരിക്കും. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇതിൻ്റെ ലൊക്കേഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഫിഗറിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഐസോസ്കെയിൽ ട്രയാങ്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെമി സർക്കിളും ഉണ്ട്. രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കുക സൊല്യൂഷന്. ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിനെ സെപ്പറേറ്റ് ഏരിയ കാണണം. അപ്പോൾ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അത് A1 എന്ന് കൊടുക്കുക ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH ആണ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു BH ആണ്. അപ്പോൾ അതിലെന്ത് കൊടുക്കുക? B എന്ന് പറഞ്ഞാൽ ബേസ് ആണ് വരുന്നത്. എത്ര? 100 mm ആണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ വരുമ്പോൾ എന്ത് വരും? 10 ഇൻറ്റു, അതായത് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 12 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 12 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് കാണേണ്ടത് സെൻട്രോയിഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡാണ് കാണേണ്ടത്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? 1/3 ഇൻറ്റു H. അതായത് H/3 ആണ് എന്ത് വരുന്നത്? സെൻട്രോയിഡ് വരുന്നത്. അപ്പോൾ ബേസിൽ നിന്ന് H/3 മാറിയിട്ടാണ് എന്ത് കിടക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് കിടക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ത് കൊടുക്കുക? 1/3 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 120 mm ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററോട് കൺവേർട്ട് ചെയ്യുമ്പോൾ 12 കൊടുക്കുക. ഈക്വൽ ടു എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഈൻ്റെ എന്താ കിട്ടിയിട്ടുള്ളത്? സെൻട്രോയിഡാണ് കിട്ടിയിട്ടുള്ളത്. എയിൽ നിന്നാണ് നമുക്ക് എന്ത് കാണേണ്ടത്? അവിടുത്തെ സെൻട്രോയിഡ് കാണേണ്ടത്. അപ്പോൾ കൊടുക്കുക സെൻട്രോയിഡ് ഫ്രം എ, അതായത് H1 ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? 120യിൽ നിന്ന്, അതായത് 12 സെൻറ്റിമീറ്ററിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സെൻട്രോയിഡ് കുറക്കുക. അപ്പോൾ 4 കുറച്ചാൽ എത്ര വരും? 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സെക്കൻഡ് കാണേണ്ടത് നമുക്ക് സെമി സർക്കിളാണ്. അപ്പോൾ ആ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ കാണുക. അപ്പോൾ ഏരിയ ഓഫ് എ സെമി സർക്കിൾ A2 ഇസ് ഈക്വൽ ടു എത്ര കൊടുക്കുക? സെമി സർക്കിളിൻ്റെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഇക്വേഷൻ വരുന്നത്? ഹാഫ് ഇൻറ്റു πr² ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ കൊടുക്കുക? വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 50 ആണ്, 50 mm ആണ്. അപ്പോൾ അവിടെ 5 കൊടുക്കുക. 5
സ്ക്വയർ കൊടുക്കുക. ഈക്വൽ ടു എത്ര കിട്ടും? 39.25 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് കാണുക. സെക്കൻഡ് വരുന്നത് സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ ഈക്വൽ ടു, അത് ഇക്വേഷൻ എന്താണ്? 4r/3π ആണ് വരുന്നത്. ഈക്വൽ ടു 4 × 5 എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഡിയസ് ഡിവൈഡഡ് ബൈ 3 × 3.14 ഈക്വൽ ടു എത്ര ആൻസർ കിട്ടണത്? 2.123 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? എയിൽ നിന്നാണ് നമുക്ക് എന്ത് കാണേണ്ടത്? അവിടുത്തെ സെൻട്രോയിഡ് കാണേണ്ടത്. അപ്പോൾ H2 is equal to എന്ത് കൊടുക്കുക? ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ പ്ലസ് സെൻട്രോയിഡ് ഓഫ് എ ഹാഫ് സർക്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 120 ആണ്. 12 സെൻറ്റിമീറ്റർ പ്ലസ് എന്ത് കൊടുക്കുക? ഇപ്പോൾ കിട്ടിയിട്ടുള്ള സെൻട്രോയിഡ് എത്രയാണ്? 2.123 ആണ്. എത്ര കിട്ടും ആൻസർ? 14.123 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും H2 എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടിൻ്റെയും സെൻട്രോയിഡ് കിട്ടി. അതായത് ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഒരു സെമി സർക്കിളും വെച്ചിട്ടുള്ള ഒരു ലാമിനാണ്. അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡ്, കറക്റ്റ് സെൻട്രോയിഡാണ് നമുക്ക് കാണേണ്ടത്. രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുവെച്ചു, H1 ഉം H2. അപ്പോൾ അതെന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടുത്തെ സെൻട്രോയിഡ് ഓഫ് ലാമിനെ കാണാനുള്ള ഇക്വേഷനാണ് വരുന്നത് A1 × H1 + A2 × H2 ഡിവൈഡഡ് ബൈ A1 + A2. അതായത് A1 പറഞ്ഞാൽ അവിടുത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 60 സെൻറ്റിമീറ്റർ ഇൻറ്റു H1 എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് 8 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 8 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ ആ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ 39.25 ഇൻറ്റു അവിടുത്തെ സെൻട്രോയിഡ് 14.123 ഡിവൈഡഡ് ബൈ A1 എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് സെമി സർക്കിളിൻ്റെ ഏരിയ 60 പ്ലസ് 39.25 ഈക്വൽ ടു എത്ര കിട്ടും? ആ രണ്ടും കൂടി പ്ലസ് 60 × 8 ഇൻറ്റു ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ 480 പ്ലസ് അതുപോലെ തന്നെ മറ്റേത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 554.328 കിട്ടും. ഡിവൈഡഡ് ബൈ 60 പ്ലസ് 39.25 പ്ലസ് ചെയ്താൽ 99.25 കിട്ടും. ടോട്ടലായിട്ട് നമ്മൾ ഇതിന് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? അതായത് ആ ഒരു ലാമിനൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞത് 10.421 സെൻറ്റിമീറ്റർ ആണ്.